ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിൻ്റെ ലൊക്കേഷനിൽ ചെന്ന് മമ്മൂട്ടി തട്ടിക്കയറി. അപ്പോൾ മോഹൻലാൽ ചെയ്തെന്താണെന്നോ ഇതാണ് ഇന്നത്തെ വാർത്തയായിട്ട് എനിക്ക് കിട്ടിയത്. അത് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ഇതെനിക്കറിയാവുന്ന കാര്യമാണ്, ഞാനുള്ളപ്പോൾ നടന്ന സംഭവമാണിത്. അത് നിങ്ങൾ പറയുന്ന പോലെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ശരിയാണ്. മമ്മൂട്ടി ആ ലൊക്കേഷൻ ചെന്ന് മോഹൻലാലിനെ വിളിച്ച് നിർത്തി ശരി തട്ടിക്കയറി എന്നുള്ള സത്യം തന്നെയാണത്. അതൊരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിലല്ല, അതൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്നേഹ പ്രകടനത്തോടുള്ള തട്ടിക്കയറലാണെന്ന് ആലോചിക്കണം. വേറൊന്നുമില്ല, അതിന് കാരണക്കാരൻ പ്രിയദർശനാണ്. കാരണം മേരിലാൻഡ് സ്റ്റുഡിയോയിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഷൂട്ടിംഗ് 2 സിനിമ കേട്ടോ, ഒരു സിനിമയിലല്ല. അപ്പോൾ അത് രണ്ട് തരത്തിലാണ്. അപ്പം മോഹൻലാലിൻ്റെ സിനിമയുടെ സംവിധായകൻ ആർ സുകുമാരനാണ്. അപ്പോൾ 2 സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ നടക്കുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമാണത്. ഇപ്പോഴത്തെ പോലും നല്ലന്ന് മമ്മൂട്ടി ഫാൻസുണ്ട്, മോഹൻലാൽ ഫാൻസുണ്ട്. 2 ഭാഗത്താണ്. മരിലാൻഡ് വിശാലമായി കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ കല്യാണത്തിനിടയിൽ മോഹൻലാലിൻ്റെ കല്യാണം തിരുവനന്തപുരത്ത് തന്നെ. അപ്പോൾ മോഹൻലാലിൻ്റെ സൗകര്യത്തിന് കൂടിയാണ് മേരിലാൻഡ് സ്റ്റുഡിയോയിൽ കുറച്ച് ദിവസം ഷൂട്ടിംഗ് തീരുമാനിച്ചത്. ഒരു കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള സിനിമാഭിനയാണ് ലാലിന്. അപ്പോൾ കല്യാണം കഴിഞ്ഞു, ഷൂട്ടിങ്ങിന് എത്ര ദിവസം വരും, എത്ര ദിവസം വരാതിരിക്കും, ഇതൊന്നും ലാല് പറയുന്നില്ല. എന്തായാലും സംവിധായക യൂണിറ്റും തീരുമാനിച്ചു ഒരു 4 ദിവസത്തേക്ക് എന്തായാലും ലാല് വരില്ല. അപ്പോൾ ആ 4 ദിവസം എടുക്കാനുള്ള ചില സീനുകളെല്ലാം ഉണ്ടാക്കി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാണത്. മമ്മൂട്ടി ഷൂട്ടിങ് അവിടെ തകൃതിയിൽ നടക്കുന്നുണ്ട്. കല്യാണത്തിന് മമ്മൂട്ടി പോയിരുന്നു. പിറ്റേ ദിവസം രാവിലെ മോഹൻലാൽ ലൊക്കേഷനിൽ വരുന്നു. സംവിധായകൻ ഞെട്ടുന്നു, അസോസിയേറ്റ്സ് ഞെട്ടുന്നു, ക്യാമറമാൻ ഞെട്ടുന്നു, മറ്റ് യൂണിറ്റ് എല്ലാവരും ഞെട്ടുകയാണത്. മോഹൻലാലിന് ഒരു പരിഭ്രമോ നാണമോ ഒന്നുമില്ല, സാധാരണ ഷൂട്ടിംഗ് വരുന്ന പോലെ വരുന്നു. അപ്പോൾ എന്ത് പറ്റി, ലാൽ എന്താ ഇപ്പോൾ വന്നേ? ഞാനെന്നും ഈ സമയത്താണല്ലോ വരാറുള്ളത് ലാല് പറയുന്നു. അപ്പം അതല്ല, ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതേ, കല്യാണം കഴിഞ്ഞു, രാത്രി കഴിഞ്ഞു, ദാ ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് വന്നു. എൻ്റെ ജോലിക്ക് വന്നിരിക്കല്ലേ, ഇനി ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ വേറെ തർക്കിക്കാനൊന്നും പോയില്ല. ലാല് മേക്കപ്പ് ചെയ്യാൻ പോയി അവിടെ. ഈ സമയത്താണ് പ്രിയദർശൻ ലൊക്കേഷനിൽ വന്നിറങ്ങുന്ന മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂക്ക, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലാലിൻ്റെ ക്രൂര സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്താൻ നിങ്ങളെക്കൊണ്ടേ പറ്റുള്ളൂ, ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്താ അവൻ ചെയ്ത് വേറൊന്നുമില്ല. വേണ്ടി ഇന്നലെ കല്യാണം കഴിഞ്ഞതാ, ഫസ്റ്റ് ഡേറ്റ് നടന്നതെന്നറിയില്ല. രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് കുറ്റിയും പറിച്ച് വന്നിരിക്കുകയാണ് ഇവിടെ അഭിനയിക്കാൻ. ഇത് ചോദിക്കാതെ പറ്റില്ല. ഒരു 4 ദിവസത്തേക്ക് അവൻ അടങ്ങി ഒതുങ്ങി ആ വീട്ടിലിരുത്തണം. ഇത് പറ്റുമോ? അപ്പോൾ മമ്മൂട്ടി ശരിക്കും ഒരു പ്രത്യേക സ്റ്റൈലിൽ, കോട്ടയം അച്ചായ സ്റ്റൈലിൽ ഞാൻ ചോദിക്കാതെ അവനോട് എന്ന് പറഞ്ഞ് മമ്മൂട്ടി നേരെ മോഹൻലാൽ ലൊക്കേഷൻ വരാം. അപ്പം ഞങ്ങൾ മോഹൻലാൽ ലൊക്കേഷനുണ്ട്. കാരണം മോഹൻലാൽ ലൊക്കേഷൻ വെച്ചാൽ മോഹൻലാൽ വരുമെന്നുള്ള ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ 2 പേരും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കാം, ഇൻ്റർവ്യൂ ചെയ്യാം, അതൊക്കെയാണ് ഉദ്ദേശം. പത്രക്കാരാകുമ്പോൾ ദുരുദ്ദേശം കൊണ്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോൾ സംവിധാനമടക്കം മമ്മൂട്ടിയൊക്കെ ഈ ലൊക്കേഷനിൽ വന്നിരിക്കുന്നു, മോഹൻലാൽ ലൊക്കേഷനിൽ വന്നിട്ട് അവർ സന്തോഷത്തോടെ മമ്മൂട്ടിയെ സ്വീകരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ലാലോടെ എന്ന് ചോദിക്കുന്നു. ലാല് മേക്കപ്പ് റൂമിലാണെന്ന് പറയുന്നു. വരട്ടെ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അവർ എന്താണ് പ്രശ്നം എന്നറിയില്ല. കുറച്ച് ഇപ്പോൾ ലാല് വരുന്നു, മേക്കപ്പ് ഇട്ട് വരുന്നു, മമ്മൂട്ടിയെ കണ്ടിച്ചിരിക്കുന്നു. നമുക്ക് അയച്ചാക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മതി മാറിയൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നു പറഞ്ഞു. നിൻ്റെ ഈ സ്നേഹപ്രകടനം ഇപ്പോൾ വേണ്ട. നിനക്ക് നാണാവില്ലടാ നിനക്ക്. എന്തിനു നാണിക്കുന്നു? ഞാൻ രസം ഇട്ടിട്ടില്ലല്ലേ. സ്വാഭാവികമായിട്ട് ഒരു തമാശ പോലെ പറഞ്ഞു. അതല്ല, നിൻ്റെ കല്യാണം കഴിഞ്ഞെന്നാ? എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇന്നലെയാണെന്ന് നമുക്ക് അറിയാം. ഇന്നലെ നിങ്ങൾ വന്നിരുന്നല്ലോ. അതെ, വന്നിരുന്നിട്ട് 24 ദിവസമെങ്കിലും ആ പെൺകുട്ടിയോടൊപ്പം നിനക്ക് ഇരുന്നൂടെ ഇല്ലേ? അതിന് നമുക്കത് പകൽ ജോലിക്ക് പോകുന്നു,
രാത്രിയല്ലേ, രാത്രി നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലായി. രാത്രി പോരെ, നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വായിലിട്ട് വരുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു, നീ ശരിയായില്ല, തർക്കുത്തരം പറഞ്ഞ് നിൽക്കുകയാണത്. തർക്കുത്തരം പറഞ്ഞ് നിൽക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഇതൊക്കെ മമ്മൂക്ക, അത് എങ്ങനെ മമ്മൂട്ടിയുടെ വയറുമ്മ തൊട്ട് തലോടിയിട്ടാണ് പറയുന്നത്. മമ്മൂക്ക, ഇതൊക്കെ നമ്മുടെ ചോറല്ലേ മമ്മൂക്ക, നമ്മളില്ലെങ്കിൽ ഈ ഷൂട്ടിംഗ് നിൽക്കും, ഷൂട്ട് മുടങ്ങിയാൽ പ്രൊഡ്യൂസർക്ക് എത്രയോ ലക്ഷങ്ങൾ നഷ്ടം വരും. മാത്രമല്ല ഈ സിനിമ ഇത്രാം തീയതി റിലീസ് ചെയ്യുന്നുള്ള ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടാണ് ഇവരിതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനിടയിൽ കല്യാണമാണ്, ചാക്കാലയാണ്, മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഒരു 4 കുറേ ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാറി നിൽക്കാം. പക്ഷേ മോഹൻലാലിന് അത് പറ്റില്ല. മോഹൻലാലിന് ജോലി പ്രധാനം തന്നെയാണ്. ഒപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, കല്യാണത്തിന് മുൻപും പെൺകുട്ടി ഉണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പും ഞാനുണ്ടായിരുന്നു, കല്യാണത്തിന് മുമ്പ് പകലുണ്ടായിരുന്നു, രാത്രി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ പേരിൽ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പാടില്ല എന്ന് എവിടെയാണ് മമ്മൂക്ക എഴുതി വച്ചിരിക്കുന്നത്? എടാ, നീയൊന്നും നന്നാവാൻ പോകുന്നില്ലടാ. തർക്കുത്തരം പറയാനല്ല പറഞ്ഞത്, ഓരോന്നിനും ഓരോ ചടങ്ങുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിൻവലിച്ചിരിക്കുന്നു. പക്ഷേ നീ ചെയ്ത് ശരിയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞത്രയാണത്. ശരി, സമ്മതിക്കുന്നു, ഞാൻ രാത്രി അവിടെ നേരത്തെ ചെല്ലാം. അപ്പോൾ വീണ്ടും ഈ ഫസ്റ്റ് നൈറ്റ് ആരംഭിക്കാം, തുടങ്ങാം, സന്തോഷിക്കാം, ഒരുമിച്ചിരിക്കാം. പക്ഷേ അത് എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകും, മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്കാണ് മനസ്സിലാകാത്തത്. അത് മനസ്സിലാക്കാത്തത് എൻ്റെ കുറ്റമല്ല. നിങ്ങളൊരു പ്രൊഡ്യൂസറാവണം. നിങ്ങളൊരു പ്രൊഡ്യൂസറാവുമ്പോഴേ അതിൻ്റെ വേദന അറിയൂ. അല്ലേ മമ്മൂക്ക, ഇങ്ങനെയല്ലേ ഞാൻ പറയേണ്ടത് എന്ന് പറയണത്. ഇങ്ങനെ തന്നെ പറഞ്ഞോ. അപ്പോൾ മമ്മൂട്ടി നേരെ സംവിധാനം, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ ഈ ലാലിനോട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ളത്? അപ്പോൾ സംവിധാനം പറഞ്ഞതെന്നറിയാം, 4 ദിവസം കഴിഞ്ഞിട്ടേ ലാൽ ഈ ലൊക്കേഷൻ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കണ്ടില്ലേ, 4 ദിവസം ലാലില്ലാത്ത സീനുകളാണ് ഞങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്, സംവിധാനം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവരുടെ കുറ്റം കൊണ്ടല്ല, അത് നിൻ്റെ മാത്രം അഹങ്കാരമാണല്ലേ. ലാലേ, അഹങ്കരിച്ചോ. പക്ഷേ നല്ലവനാവാൻ വേണ്ടി, യോഗ്യനാവാൻ വേണ്ടി, ഈ ത്യാഗിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് ലാല് ചിരിപ്പിക്കാൻ നോക്കുക. മമ്മൂട്ടിക്ക് ചിരി വരുന്നില്ല. അവസാനം പറഞ്ഞു, അതിൻ്റെ തലയിലും ലാലിൻ്റെ നമ്പറുണ്ട്, ഇങ്ങനെ തൊട്ട് തലോടി, അല്ല ചക്ക, അതിപ്പോൾ ഇങ്ങനെ എല്ലാം ക്ഷമിച്ചേക്ക്, ഇനിയിപ്പോൾ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ വേറെ ഉദ്ദേശം കൊണ്ടൊന്നും അല്ല. മാത്രമല്ല ഇവിടെ നമ്മുടെ 2 പേരുടെ ഷൂട്ടിങ് അടുത്തടുത്ത് നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരൊരു കോംപ്രമൈസ് രീതിയിൽ അവസാനിപ്പിച്ചു. കൂട്ടത്തിൽ മോഹൻലാൽ ചോദിച്ചു, ആരാണ് ഈ വേല വയ്ക്കാൻ പറഞ്ഞത്? അല്ലാതെ വരില്ല എന്നറിയാം, കാര്യം കുറച്ച് ദിവസമായി ഷൂട്ടിങ് നടക്കുന്നു, മമ്മൂട്ടിങ്ങനെ അതിരാവിലത്തെ ലൊക്കേഷൻ എത്താറില്ല. അപ്പോൾ പറഞ്ഞു, അല്ല അതിപ്പോൾ നിൻ്റെ കൂട്ടുകാരൻ തന്നെ പ്രിയദർശനെ തടഞ്ഞു നിർത്തി പറഞ്ഞത്, മോഹൻലാലിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കണം, അത് മമ്മൂക്കയാണ് ചോദിക്കേണ്ടത്, അതിനുള്ള അവകാശവും അധികാരവും മമ്മൂക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തായാലും നിനക്കും സുചിത്രയ്ക്കും എല്ലാവിധ മംഗളങ്ങളും. സംവിധാനം നോക്കി പറഞ്ഞു, 6 മണിക്ക് ലാലിനെ വിട്ടേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി തൻ്റെ ലൊക്കേഷനിലേക്ക് തിരികെ നടന്നു. ഇതാണ് ഉണ്ടായ കഥ. അല്ലാണ്ട് വെറുതെ അടികൂടാനോ വഴക്കൂടാൻ വേണ്ടി ചെന്നതല്ല. അത് ഇന്നലെയും നടന്ന സംഭവം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ദൃക്സാക്ഷി.